പ്രൈസ് ദി ലോർഡ്. എല്ലാവർക്കും കർത്താവേ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ പ്രഭാതവന്ദനം ആത്മമന്ന ശുശ്രൂഷയിലേക്ക് എല്ലാ പ്രിയപ്പെട്ടവരെ ഇന്ന് പ്രഭാതത്തിലും സ്വാഗതം ചെയ്യുന്നു. ഇന്നത്തെ ചിന്തയ്ക്കായിട്ട് പുറപ്പാട് പുസ്തകം 18-ാം അധ്യായത്തിൻ്റെ 19-ാമത്തെ വാക്യം, നീ കാര്യങ്ങളെ ദൈവസന്നിധിയിൽ കൊണ്ടു ചെല്ലുക. വളരെ അനുഗ്രഹിക്കപ്പെട്ട ഒരു വചനമാണ്. ഇവിടെ മോശയോട് തൻ്റെ അമ്മായിപ്പനായി ഇത്രോ സംസാരിക്കുന്ന ഭാഗങ്ങളാണ്. നീ ജനത്തിന് വേണ്ടി എന്ത് ചെയ്യുന്നുണ്ട്? ഇടവിൽ നിൽക്കുന്നു, അവർക്ക് വേണ്ടി ആലോചനകളെ പറഞ്ഞു കൊടുക്കുന്നു. അപ്പോൾ തന്നെ ഇത്ര കൊടുക്കുന്ന ഒരു അല്ലെങ്കിൽ അദ്ദേഹത്തിലേക്ക് മോശയിലേക്ക് പകർന്നു കൊടുക്കുന്ന ഒരു ആലോചന തന്നെയാണ്. എന്താണ്? നീ ദൈവസന്നിധിയിൽ കാര്യങ്ങളെ കൊണ്ടു ചെല്ലുക. പറഞ്ഞു കൊടുക്കുന്ന ഒരു നമ്മുടെ എന്താണ് ചിന്തകൾക്ക്, അല്ലെങ്കിൽ നമ്മൾ വിചാരിക്കുന്നതിനേക്കാളും അപ്പുറമായിട്ട് തൻ്റെ അമ്മായിപ്പൻ ഇത്രോ പറഞ്ഞു കൊടുക്കുകയാണ്. നീ ദൈവസന്നിധിയിൽ കാര്യങ്ങളെ കൊണ്ടു ചെല്ലുക. ആ ഭാഗമാണ് അതിൻ്റെ പശ്ചാത്തലം. മോശയോട് ഇത്രോ പറയുന്നൊരു ഭാഗമാണ്. പ്രിയരെ, എന്നെ അത് വളരെ സ്പർശിക്കുന്നു ഇന്ന് പ്രഭാതത്തിൽ. എന്തുകൊണ്ടെന്നാൽ നമ്മളൊരു കാര്യത്തെ എന്ത് ചെയ്യണം? ദൈവസന്നിധിയിൽ കൊണ്ടുചെല്ലണം. ദൈവസന്നിധിയിൽ കൊണ്ടുചെന്നാൽ അവിടെ നമുക്ക് പരിഹാരവും വിടുതലും മറുപടിയും സൗഖ്യവും സന്തോഷവും ലഭ്യമാകും. എത്ര പേര് ഇന്ന് പ്രഭാതത്തിൽ അതൊന്ന് വിശ്വസിക്കുന്നുണ്ട്? ഒന്ന് സ്തോത്രം ചെയ്യാമോ? പ്രിയരെ, നമ്മൾ എല്ലാ വിഷയത്തെയും ദൈവസന്നിധിയിൽ കൊണ്ടുചെല്ലും. ഇപ്പം നിങ്ങൾ ചിന്തിക്കുന്ന ഒരു വിഷയമില്ലേ? ഇപ്പോൾ അത് മാനസികമായിട്ട് നിങ്ങളെ ഭാരപ്പെടുത്തി, ഇന്നലെ രാത്രിയിൽ ഭാരപ്പെടുത്തിയില്ലേ? ഇന്ന് രാവിലെ നിങ്ങൾ യാത്രയ്ക്കായി പുറപ്പെടുമ്പോൾ, ജോലിക്കായി പുറപ്പെടുമ്പോൾ, നിങ്ങൾ ചില കാര്യങ്ങൾക്ക് വേണ്ടി എന്ത് ചെയ്യുന്നുണ്ട്? നിങ്ങൾ ഇറങ്ങി തിരിച്ചപ്പോൾ തന്നെ നിങ്ങളുടെ മനസ്സിനെ അസ്വസ്ഥപ്പെടുന്ന ആ വിഷയമില്ല, അത് ദൈവസന്നിധിയിൽ കൊണ്ടുചെല്ല്. കർത്താവ് നിങ്ങൾക്ക് പരിഹാരം തരും. ദൈവസന്നിധിയിൽ കൊണ്ടുചെന്നാൽ ഏത് വിഷയത്തിനാകട്ടെ അവിടെ പരിഹാരം ഉണ്ട്. എന്തുകൊണ്ടെന്നാൽ നമ്മൾ മറ്റു മനുഷ്യൻ്റെ മുൻപിൽ ഒരു കാര്യം പറയുമ്പോൾ ഒരുപാട് അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും നെഗറ്റീവുകളും ഒക്കെ പറയും. എന്നാൽ ദൈവസന്നിധി ഒരു കാര്യം കൊണ്ട് എന്നാൽ നമുക്ക് എന്ത് ചെയ്യുന്നുണ്ട്? നമ്മെ ആശ്വസിപ്പിക്കുന്ന ഒരു കരമുണ്ട്, നമ്മുടെ തമ്പുരാൻ്റെ കരം. നമ്മുടെ കർത്താവായ യേശുവിൻ്റെ സാന്നിധ്യത്തിൽ എന്ത് ചെയ്യുന്നുണ്ട്? നമ്മൾ നിറയപ്പെട്ടാൽ ആ വിഷയത്തിനകത്ത് നമുക്ക് ബലത്തോടെ എഴുന്നേൽക്കാൻ കഴിയും. അതുകൊണ്ട് ഇന്ന് പ്രഭാതത്തിലും നമ്മൾ എന്ത് ചെയ്യണം? ദൈവസന്നിധിയിൽ കാര്യങ്ങളെ കൊണ്ട് ചെല്ലണം. പ്രിയ സഹോദരി, സഹോദര, ദൈവദാസി, കുഞ്ഞെ, ദൈവസന്നിധിയിൽ ആ കാര്യത്തെ കൊണ്ടുചെല്ലുക. പഠനമാകട്ടെ, അഡ്മിഷൻ ആകട്ടെ, രോഗത്തോടുള്ള ബന്ധത്തിലുള്ള വിഷയമാകട്ടെ, ജോലിയോടുള്ള ബന്ധത്തിലുള്ള കാര്യമാകട്ടെ, യാത്രയോടുള്ള കാര്യമാകട്ടെ, നിങ്ങളുടെ എന്ത് കാര്യം ദൈവസന്നിധിയിൽ കൊണ്ടുചെല്ല്. ദൈവം നിങ്ങൾക്ക് മറുപടി തന്ന് അനുഗ്രഹിക്കും. പ്രാർത്ഥിക്കാം. പരിശുദ്ധ പിതാവേ, വചനത്തിനാണ് സ്തോത്രം. കേട്ട് എല്ലാവരെയും അനുഗ്രഹിച്ച് ശക്തീകരിക്കണം. കർത്താവിൻ്റെ കയ്യിലേൽപ്പിക്കുന്നു യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ. കർത്താവ് നമ്മെ അനുഗ്രഹിക്കട്ടെ. ഗോഡ് ബ്ലസ് യു.